is Gandhara, Madura, and Amaravati School of Art? ഗാന്ധാര, മധുര, അമരാവതി സ്കൂൾസ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത 3 പ്രധാനപ്പെട്ട സ്കൂൾസ് ഓഫ് സ്കൾപ്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഗാന്ധാര ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്? ഓൺ ദ ബാങ്ക് ഓഫ് ഇൻഡസ് റിവർ. മധുര ഈസ് ഓൺ ദ ബാങ്ക് ഓഫ് യമുന റിവർ. അമരാവതി ഈസ് ഓൺ ദ ബാങ്ക് ഓഫ് ദിസ് കൃഷ്ണ റിവർ. ഓക്കെ, ഗാന്ധാരയിൽ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഗ്രേ സാൻഡ് സ്റ്റോൺ ആണെങ്കിൽ, മധുരയിൽ യൂസ് ചെയ്യുന്നത് സ്പോട്ടഡ് റെഡ് സാൻഡ് സ്റ്റോൺ ആണെങ്കിൽ, അമരാവതിയിൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് മാർബിൾ ആണ്. ശരിയല്ലേ? ഈ ഗാന്ധാരി മധുരയൊക്കെ പാട്രണൈസ് ചെയ്തത് കുഷാനാസും അതിൽ തന്നെ കനിഷ്കനുമാണെങ്കിൽ, ഈ അമരാവതിയിലേക്ക് വരുമ്പോൾ അത് ശതവാഹനാസും പിന്നീട് ഇഷവഗൂസും ആണ് അതിനെ പാട്രണൈസ് ചെയ്തത്. ശരിയല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ മഹായാന ബുദ്ധിസം ആണ് ഗാന്ധാരയിൽ പാട്രണൈസ് ചെയ്യപ്പെട്ടത്, സ്കൾപ്റ്റ് ചെയ്യപ്പെട്ടത്. അത് ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ സ്റ്റൈൽസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഗാന്ധാര. എന്ന് വെച്ചാൽ സ്റ്റൈൽസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഗ്രീക്ക്, റോമൻ ആണെങ്കിൽ തീം എന്ന് പറയുന്നത് മഹായാന ബുദ്ധിസം ആണ് ഗാന്ധാരയിൽ. മധുര പ്യുവർലി ഒരു ഇൻഡിജീനിയസ് സ്കൂൾ ഓഫ് ആർട്ട് ആയിട്ടാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ഫോറിൻ ഇൻഫ്ലുവൻസസ് അതിലില്ലായിരുന്നു. ഇനി അമരാവതിയിലേക്ക് വരുമ്പോൾ നമുക്കതിനെ നരേറ്റീവ് ആർട്ട് എന്ന് വിശേഷിപ്പിക്കാം. മോസ്റ്റ് ഓഫ് ദ തീംസ് ആർ ടേക്കൺ ഫ്രം ജാതക ടെയിൽസ് ആൻഡ് അവിടെ ബുദ്ധനെ സിമ്പിൾസും സയൻസ് ഒക്കെ ആയിട്ട് ഡിപ്പിക്ട് ചെയ്യുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഹ്യൂമൻ ഫിഗേഴ്സിലും ലൈക്ക് ആയിട്ട് ബുദ്ധനെ ഡിപ്പിക്ട് ചെയ്യുന്നു. സോ ദീസ് ആർ 3 styles of this sculpture developed in the post Mauryan age. Okay. Yes. So what are the different styles of pottery? Pottery is again very important because നമുക്ക് പ്രിലിംസിലെ UPSC ഈ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് പോട്ടറി മാച്ച് ദ പെയർ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇൻഡസ് സിവിലൈസേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ദർ ഈസ് കോൾഡ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. ശരിയല്ലേ? BRW കൾച്ചർ, BRW ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറി ഇസ് ദർ ഇൻഡസ് സിവിലൈസേഷനിൽ. ഈ വേദിക് ഏജിലേക്ക് വരുമ്പോൾ ദർ ഈസ് we say that painted grey ware, later Vedic phase, that is painted grey ware pottery. Then മൗര്യയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ. ഡിഫറെന്റ് പോട്ടറി അത് മാച്ച് ദ പെയർ ആയിട്ട് ചോദിക്കാം. ഇൻഡസിന്റെ, നിയോലിത്തിക്കിന്റെ, കാൽക്കോലിത്തിക്കിന്റെ, വേദിക്കിന്റെ അല്ലെങ്കിൽ മൗര്യ ഏജസിന്റെ പോട്ടറി മാച്ച് ദ പെയർ ആയിട്ട് അവർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. So can you say something about temple festivals? ടെമ്പിൾ ഫെസ്റ്റിവൽസ് അത് UPSC ചോദിക്കാറുണ്ട്. നവകളബര ഫെസ്റ്റിവൽ, ദാറ്റ് ഫെസ്റ്റിവൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ടെമ്പിൾ? Jagannath temples, Puri Jagannath temples, Odisha. Okay, that is replacing all the idols with these new idols. Lord Jagannath, Subhadra, Sudarshan, Balabhadra, idols are replaced with the new idols. Our festival is Navakalabera festival, which is celebrated in this Odisha Jagannath temples. Then there is Ambubaji Mela. Ambubaji Mela is celebrated in the Kamakya temple, Guwahati, Assam. Okay. അപ്പം പല ടെമ്പിൾസിന്റെയും ഫെസ്റ്റിവൽസ് UPSC ചോദിക്കാറ്. അതുപോലെ തന്നെ ദർ ഈസ് മഹാമസ്തഭിഷേക സെറമണി, ഗോമതേശ്വര സ്റ്റാച്ചു, ബാഹുബലി സ്റ്റാച്ചു, ശ്രവണ ബലഗോള, കർണാടക. അവിടെ എല്ലാ 12 വർഷം കൂടുമ്പോഴും ഈ പറയുന്ന ഈ മഹാമസ്തഭിഷേക സെറമണി സെലിബ്രേറ്റ് ചെയ്യുന്നു. സെലിബ്രേറ്റിംഗ് ദാറ്റ് ബാഹുബലി, ഹി വാസ് ദ സൺ ഓഫ് ഋഷഭദേവ്. യു സി ഇസ് ജെയിൻ തീർത്ഥങ്കര. ഓക്കെ. So that festival. അപ്പോൾ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, UPSC ചോദിക്കാറുണ്ട്. ഓക്കെ. So what are the important areas regarding inscriptions? ഇൻസ്ക്രിപ്ഷൻസ് അഗൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് UPSC ചോദിച്ചിട്ടുണ്ട്. യു ഹേർഡ് അബൌട്ട് ഉത്തരമേറൂർ ഇൻസ്ക്രിപ്ഷൻസ് പഠിക്കുമ്പോൾ ഇൻസ്ക്രിപ്ഷൻസ് അത് ഇഷ്യൂ ചെയ്തത് ആരാണ്, ഏത് കാലഘട്ടത്തിലേക്ക് ബിലോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കവർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഉത്തരമേറൂർ ഇൻസ്ക്രിപ്ഷൻസ് ഇമ്പീരിയൽ ചോള കാലഘട്ടത്തിലേക്ക് ബിലോങ് ചെയ്യുന്നു. ഉത്തരമേറൂർ ഇൻസ്ക്രിപ്ഷൻസ് സംസാരിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ചാണ്. ഇലക്ഷൻ പ്രോസസ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എക്സെട്ര ഇമ്പീരിയൽ ചോളാസിന്റെ കാലഘട്ടത്തിൽ. മെഹ്റുലി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ചന്ദ്രഗുപ്ത സെക്കൻഡ്, വിക്രമാദിത്യന്റെ കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇറാൻ ഇൻസ്ക്രിപ്ഷൻസും അലഹബാദ് ഇൻസ്ക്രിപ്ഷൻസും സമുദ്രഗുപ്തനെ കുറിച്ച് സംസാരിക്കുന്നു. ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ അത് ഷഗ റൂളർ ആയിട്ടുള്ള രുദ്രദമനും അദ്ദേഹം സുദർശന ലേക്ക് ഇറിഗേഷണൽ പർപ്പസസിനൊക്കെ വേണ്ടി സുദർശന ലേക്ക് റിപ്പയർ ചെയ്തതും ഇറിഗേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ അണ്ടർടേക്ക് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുന്നു. നാസിക് ഇൻസ്ക്രിപ്ഷൻ ശതവാഹനാസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ചാലുക്യാസിനെ കുറിച്ച് സംസാരിക്കുന്നു. ശരിയല്ലേ? പുലകേഷ്യൻ വേഴ്സസ് ഹർഷവർദ്ധന ബാറ്റിൽ. ഓക്കെ. സോ ഇൻസ്ക്രിപ്ഷൻസ് അത് ഡീൽ ചെയ്യുന്ന സബ്ജക്ട് എന്താണ്, ആരാണ് ഇഷ്യൂ ചെയ്തത്, ഏത് കാലഘട്ടമാണ്, അതിന്റെ ടൈം ലൈൻ, ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. യെസ്. So what are the important things to cover in classical dances? ക്ലാസിക്കൽ ഡാൻസസ് നിങ്ങൾക്കറിയാമോ ഏതൊക്കെയാണ് ക്ലാസിക്കൽ ഡാൻസസ് എന്നുള്ളത്? യെസ്, ഭരതനാട്യം ഈസ് ദർ, കുച്ചിപ്പുടി ഈസ് ദർ, കഥക് ഈസ് ദർ, ഒഡീഷ ഈസ് ദർ, മോഹിനിയാട്ടം ഈസ് ദർ, മണിപ്പൂരി ഈസ് ദർ, സത്രിയ ഈസ് ദർ, ചാവോ ഈസ് ദ ഡിഫറെന്റ് ക്ലാസിക്കൽ ഡാൻസസ്. അത് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ സ്റ്റേറ്റ് ഓഫ് ഒറിജിൻ ഏതാണെന്ന് ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഓർക്കസ്ട്ര, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ തീം ഏതാണ്,
അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട എക്സ്പോണൻസ്, അതിന്റെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ് ആരാണ്, അങ്ങനെ UPSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് തമ്മിലുള്ള പ്രധാനപ്പെട്ട സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. ഫോർ എക്സാമ്പിൾ, ഈ ഭരതനാട്യവും കുച്ചിപ്പുടിയും പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഭരതനാട്യം ഈസ് നോൺ ഫോർ ഏകചാര്യലാസ്യം, ശരിയല്ലേ? ഭരതനാട്യം ഈസ് നോൺ ഫോർ ദാറ്റ് ദർ ഇസ് നോ വാചിക അഭിനയ. ബട്ട് ഇൻ കുച്ചിപ്പുടി ദർ ഈസ് വാചിക അഭിനയ. ഓക്കെ, അവരുടെ അറ്റയർ, അവരുടെ ഡ്രസ്, കോസ്റ്റ്യൂംസ്, അതിലുള്ള ഡിഫറൻസസ് എന്താണ്? ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. മേ ബി സെയിം ക്ലാസിക്കൽ മ്യൂസിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ സെയിം ഓർക്കസ്ട്ര ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലപ്പം ഈ പറയുന്ന സോക്കോൾഡ് മുദ്രാസ്, കോഡിഫൈഡ് മുദ്രാസ് സെയിം ആയിരിക്കും. അതേസമയം കുറെ ഡിഫറൻസസും ഉണ്ട്, ശരിയല്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസിക്കൽ ഡാൻസസിനൊക്കെ ക്ലാസിക്കൽ മ്യൂസിക് യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, സത്രിയ പോലുള്ള അസാമീസ് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, സത്രിയ അസം ആണോ? അസാമീസ് ക്ലാസിക്കൽ ഡാൻസ് ആണ്. യെസ്, അവിടെ യൂസ് ചെയ്യുന്ന മ്യൂസിക് എന്ന് പറയുന്നത് ബോർഗീഡ്സ് ആണ്, ശരിയല്ലേ? ദാറ്റ് വൈഷ്ണവ കൾട്ടിന്റെ ഭാഗമായിട്ടുള്ള മഹാപുരുഷ ശങ്കരദേവ്, അദ്ദേഹത്തിന്റെ ബോർഗീഡ്സ് ആണ് അവിടെ മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ അതിന്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ശ്രദ്ധിക്കുക. ചിലത് ടെമ്പിൾ ഡാൻസസ് ആണ്, ചിലത് കോർട്ട് ഡാൻസസ് ആയിട്ടാണ് ഇവോൾവ് ചെയ്തത്. ഭരതനാട്യം, സതീറാട്ടം, ദാസിയാട്ടം എന്ന കോൺസെപ്റ്റിൽ നിന്ന്, ഒരു ടെമ്പിൾ ഡാൻസിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ് ഭരതനാട്യം. അതേസമയം കുച്ചിപ്പുടി ആണെങ്കിൽ ഒരു കോർട്ട് ഡാൻസ് ആണ്, ശരിയല്ലേ? വി ഹവ് സീൻ ലക്നൗ ഘരാന പാട്രണൈസ്ഡ് ബൈ വാജിദ് അലി ഷാ. The same guy was, he was removed from services on misgovernance by Dalhousie. Okay, so dances, you take care of these aspects. Okay, fine. So features of Hoysala Pallava Chola architecture. Hoysala Pallava Chola architecture. Hoysala, you see that these are South Indian styles of temple architecture. South Indian style is called the Dravidian style of temple architecture. ശരിയല്ലേ? ദ്രാവിഡ. നോർത്ത് ഇന്ത്യ ആണെങ്കിൽ നാഗരയും, ഡെക്കാൻ ആണെങ്കിൽ വേഴ്സരയും, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, സൗത്തിലേക്ക് വരുമ്പോൾ ദ്രാവിഡിയനുമാണ്. ഓക്കെ, സോ ഹൊയ്ശാല ടെമ്പിൾ ആർക്കിടെക്ചർ, കർണാടക ഹൊയ്ശാല റൂളേഴ്സ് ആണ് അതിന്റെ പാട്രോൺസ്. ദിസ് ഹലേബി ടെമ്പിൾ, ഹൊയ്ശാലേശ്വര ടെമ്പിൾ ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ ഒരു മെയിൻ ഫീച്ചർ ആണ് സ്റ്റെല്ലറ്റ് പ്ലാൻ, സ്റ്റാർ ഷേപ്ഡ് ബേസ്, ശരിയല്ലേ? പിന്നെ അതിന്റെ ഔട്ടർ വാൾസ് ഒക്കെ ആണെങ്കിൽ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാർവിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പിരമിഡൽ ടവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. സോ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്ക് വരുമ്പോൾ പിരമിഡൽ ടവറും, ഗർഭഗൃഹയ്ക്ക് മേലുള്ള പിരമിഡൽ ടവർ, അല്ലെങ്കിൽ ഫ്ലാറ്റ് റൂഫ്ഡ് മണ്ഡപാസ്, പിന്നെ ബൗണ്ടറി വാൾസ്, ഗോപുരംസ്, വാട്ടർ ടാങ്ക്സ്, ഇതൊക്കെ കോമൺ ഫീച്ചേഴ്സ് ആണ്, ശരിയല്ലേ? ആൻഡ് ദിസ് ഗർഭഗൃഹ എൻട്രൻസ് ഈസ് അഡോൺഡ് വിത്ത് ദ്വാരപാലകാസ്. ഓക്കെ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. So coming to Pallavas started this Dravidian style of temple architecture. Narasimhavarman too, his temple, that is Kailashnath temple, Kanchipuram. Okay, then these guys built that like a shore city, shore temple, Panch Reda temples, monolithic Reda temples, etc. So Pallavas started this Dravidian style of temple architecture that climaxed during the time of imperial Cholas. Rajaraja Chola, Rajendra Chola. Rajaraja Chola built that Brihadishwara temple, one of the finest example for, yes, നമ്മുടെ ഈ ദ്രാവിഡിയൻ സ്റ്റൈലിന്റെ ഒരു ഫൈനസ്റ്റ് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് ഈ ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഫൈൻ, ഗുഡ്. നെക്സ്റ്റ്. Why is rock cut architecture important in British? Rock cut architecture, നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. They asked questions on this Ellora, Ajanta, Bagh, Badami caves, different cave art and architecture കഴിഞ്ഞ വർഷങ്ങളിലായിട്ടൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ദർ ഇസ് എ ക്വസ്റ്റ്യൻ, അജന്ത ആൻഡ് ദിസ് മഹാബലിപുരം ഇവോൾവ് ഇൻ ദ സെയിം ടൈം, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ദേ ഹാവ് ദ സെയിം തീംസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് ആർട്ടും ആർക്കിടെക്ചറും കവർ ചെയ്യണം, അതിന്റെ ടൈം ലൈൻ നമ്മൾ കവർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അജന്ത സെക്കൻഡ് BC ടു ഓൾമോസ്റ്റ് മിഡ് ഓഫ് ദ 7th century AD വരെയാണ് അതിന്റെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എവല്യൂഷൻ എന്ന് പറയുന്നത്. അജന്തയിലെ മോസ്റ്റ്ലി തീംസ് അതൊരു കോമ്പിനേഷൻ ആണ്, സ്കൾപ്ചർ, ചൈത്യവിഹാര, ആർക്കിടെക്ചർ ആൻഡ് പെയിന്റിംഗ്, ആർട്ട്. ഈ മൂന്നിന്റെയും, അതായത് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചറിന്റെ കോമ്പിനേഷൻ ആണ് അജന്ത. ഈ അജന്ത, ഔറംഗാബാദിലെ അജന്ത, അത് മെയിൻ ആയിട്ട് അവിടുത്തെ സ്കൾപ്ചർ അല്ലെങ്കിൽ പെയിന്റിങ്സിന്റെ ഒക്കെ തീം എന്ന് പറയുന്നത് ബുദ്ധിസമാണ്, ശരിയല്ലേ? മോസ്റ്റ് ഓഫ് ദ തീംസ് ആർ ഡ്രോൺ ഫ്രം ദീസ് ജാതക tales, that what is called Padmabani, Bodhisattva Padmabani painting is there. So many paintings we discussed, and a fresco painting in the features. അപ്പം അതിൽ പ്രധാനപ്പെട്ട തീംസ് എന്താണ്, പെയിന്റിങ്സിന്റെ എക്സാമ്പിൾസ് UPSC ചോദിച്ചിട്ടുണ്ട്, അതിന്റെ എവല്യൂഷന്റെ കാലഘട്ടം എന്താണ്, അത് പാട്രോൺ ചെയ്ത്, അതിന്റെ പാട്രോൺസ് ആരൊക്കെയാണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബദാമിയിലേക്ക് വരികയാണെങ്കിൽ ചാലുക്യാസ് ആണ് മെയിൻ പാട്രോൺസ്. ഇന്ത്യയിലെ ഏർലിയസ്റ്റ് ബ്രാഹ്മണിക്കൽ കേവ് പെയിന്റിങ്സ് ആയിട്ടാണ് ബദാമി അറിയപ്പെടുന്നത്, ശരിയല്ലേ? ഇനി എല്ലോറയിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലോറയിൽ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ പെയിന്റിങ്സും ബുദ്ധിസ്റ്റ് പെയിന്റിങ്സും ജെയിൻ പെയിന്റിങ്സും നമുക്ക് എല്ലോറയിൽ കാണാൻ പറ്റും. യെസ്, എല്ലോറ കേവ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് കൈലാശനാഥ ടെമ്പിൾ. അപ്പോൾ എല്ലോറ എലിഫന്റ കേവ്സ് എന്ന് പറയുന്നത് ശരിക്കും രാഷ്ട്രകൂടാസിന്റെ പാട്രണേജിൽ ഇവോൾവ് ചെയ്ത കേവ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഈ കേവ്സും അതിന്റെ
ആർട്ട് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സും അതിന്റെ ടൈം ലൈനും പാറ്റേൺസ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്യുക. ഓക്കെ, എനിത്തിങ് എൽസ്? Sir, which are the different parts of temple ടെമ്പിൾ architecture? ആർക്കിടെക്ചർ. ടെമ്പിൾ ആർക്കിടെക്ചറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ റീസെന്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അയോധ്യ റാം ടെമ്പിൾ. ഓക്കെ, നാഗര സ്റ്റൈലിൽ പണി കഴിപ്പിച്ച ലൈക്ക് റാം ടെമ്പിൾ, അയോധ്യ ടെമ്പിൾ. അപ്പൊ അതിന്റെ ഓരോ ഫീച്ചേഴ്സ്, ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ടെർമിനോളജി UPC ചോദിക്കാറുണ്ട്. അതിന്റെ ടോപ്പ് ഫിനൈൽ പോയിന്റിനെ നമ്മൾ കലാഷ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആ ടവറിന്റെ ടോപ്പിലുള്ള ഒരു സർക്കുലർ റിബ്ഡ് എഡ്ജസോട് കൂടിയിട്ടുള്ള സർക്കുലർ ഡിസ്കിനെ നമ്മൾ അമലക എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ടവറിനെ നമ്മൾ ശിഖര എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ മെയിൻ ശിഖരയ്ക്ക് ചുറ്റുമുള്ള സബ്സിഡറി ലൈക്ക് ടവേഴ്സിനെ നമ്മൾ ഉരുശൃംഗാസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഗർഭഗൃഹയ്ക്ക് നേരെ താഴെയായിരിക്കും മെയിൻ DT, ചീഫ് DT റൂം. അതിനെ ഗർഭഗൃഹ എന്ന് ഗർഭഗൃഹ എന്ന് പറയുന്നത് മെയിൻ ശിഖര, മെയിൻ ടവറിന്റെ തൊട്ട് താഴെയായിരിക്കും ഗർഭഗൃഹ, വിച്ച് ഈസ് ചീഫ് DT റൂം. ശരിയല്ലേ? ഇനി ഈ ചീഫ് DT റൂമിനും അതുപോലെ തന്നെ മണ്ഡപയ്ക്ക് ഇടയിലുള്ള ഒരു ടണലിനെ നമ്മൾ വെസ്റ്റിബ്യൂൾ ടണൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ശരിയല്ലേ? മണ്ഡപ എന്ന് പറയുന്നത് മൾട്ടി പില്ലേഡ് ഹാൾ, അസംബ്ലി ഹാൾ ആണ്. നോർത്ത് ഇന്ത്യ ആണെങ്കിൽ മൾട്ടിപ്പിൾ മണ്ഡപാസ് ഉണ്ടാവും. ശരിയല്ലേ? മണ്ഡപ ഈസ് എ മൾട്ടി-pillared hall, assembly hall, where the devotees stand and worship. Okay, so main mandapa, ardha mandapa, entrance mandapa, അങ്ങനത്തെ ഡിവിഷൻസ് ഉണ്ടാവും. പിന്നെ ഒരു അപ്രൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ടെമ്പിൾ പണി കഴിപ്പിക്കുന്നു, അതിനെ നമ്മൾ ജഗതി എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെ ഒരു പ്രദക്ഷിണ പാത എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പ്രദക്ഷിണ പാത ഈസ് സർക്കംബുലേറ്ററി പാസേജ് വേ. അത് കവേർഡ് ആയിരിക്കും നാഗര സ്റ്റൈലിൽ. ദ്രാവിഡിയൻ സ്റ്റൈലിൽ അത് ഓപ്പൺ പ്രദക്ഷിണ പാതയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന Kalash, top final point, there is Amalaga. Amalaga is, that circular disc with the ribbed edges on top of the tower. That is Amalaga. And the tower itself is called a Shigara. That is Shigara. That is, a conical or a beehive shaped tower in North India. In South India, it is pyramidal tower. And just under this Shigara, you can see there is Garbhagriha, the chief deity room. And there is a tunnel between Garbhagriha and the main mandapa, that is Andarala or vestibule tunnel. Mandapa is multi-pillared assembly hall. Okay, Jagati is upraised platform. Okay, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടെമ്പിളിന്റെ. വാഹന മീൻസ് ചീഫ് DT vehicle, So these are various elements. Gopura means entrance gateway in South India. South India is having boundary wall. South India is having that particular water tank. And in North India, there is a Panchayadan style. Panchayadan style, there is main shrine surrounded by 4 subsidiary shrines. That concept is Panchayadan style. Okay. But temple architecture ആയി ബന്ധപ്പെട്ട ഈ ടേംസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്യുക, which is again very important for your prelims examination. ചോദ്യങ്ങൾ തീർന്നു എന്ന് വിശ്വസിക്കുന്നു. Sir, yes. Relevance of folk paintings in prelims. Folk paintings നിങ്ങൾ ആലോചിച്ച് നോക്കൂ. UPC കലംകാരി ചോദിച്ചായിരുന്നു. കലംകാരി പെയിന്റിംഗ് എന്താണ്? അതുപോലെ they can ask you മധുബനി പെയിന്റിംഗ്, അത് ബീഹാർ. ഐ മീൻ ഈ ഫോക്ക് പെയിന്റിങ്സ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ UPC ചോദിക്കുന്നത് അതിന്റെ തീം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ഫോക്ക് പെയിന്റിംഗിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആണ് മേജർ തീമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏത് പെയിന്റിംഗ് ആണ്? പട്ടചിത്ര പെയിന്റിംഗ് ആണോ, വാർലി പെയിന്റിംഗ് ആണോ, പൈറ്റ്കർ പെയിന്റിംഗ് ആണോ, മധുബനി പെയിന്റിംഗ് ആണോ, മഞ്ജുഷ പെയിന്റിംഗ് ആണോ, കാലംകാരി ആണോ? പൈറ്റ്കർ പെയിന്റിംഗ്. സോ യു സീ ദാറ്റ് ഇങ്ങനെ UPC ചോദിക്കാം, അതിന്റെ തീം എന്താണെന്ന് ചോദിക്കാം. പിന്നെ മിഥില റീജിയനിലെ വിമൻ ഫോക്ക് പ്രാക്ടീസ് ചെയ്യുന്ന, ബീഹാറിലെ വിമൻ ഫോക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പെയിന്റിംഗ്, അത് മധുബനി പെയിന്റിംഗ്. ശരിയല്ലേ? ഇനി ബിഹുല ബിഷാരി തീം, സെൻട്രൽ തീമായിട്ട് വരുന്ന ഒരു ബീഹാറിലെ ഭാഗൽപൂരിലെ അംഗിക ആർട്ട് എന്നറിയപ്പെടുന്നത് മഞ്ജുഷ പെയിന്റിംഗ്. ശരിയല്ലേ? ഇനി കലംകാരി, ദാറ്റ് ഈസ് ഇൻ ആന്ധ്രാപ്രദേശ്, മസുലിപട്ടണം ആൻഡ് ശ്രീഹലഹസ്തി, 2 schools of that, കലംകാരി പെയിന്റിംഗ്. ഓക്കെ, കലിഗഡ് പെയിന്റിംഗ് വിച്ച് വാസ് ഇൻ ബംഗാൾ. ഓക്കെ, അപ്പൊ ഈ പെയിന്റിങ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്താണ്, അത് ഏത് സ്റ്റേറ്റിലേക്കാണ് ബിലോങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പാട്രോൺസ് ആരൊക്കെയാണ് എന്നുള്ള എലമെന്റ്സ് നിങ്ങൾ, അല്ലെങ്കിൽ GI ടാഗ് കിട്ടിയിരിക്കുന്ന പെയിന്റിങ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ പ്രധാനപ്പെട്ട സ്കൂൾസ് ഓഫ് പെയിന്റിങ്സും ഫോക്ക് പെയിന്റിങ്സും UPCന്റെ ഫേവറേറ്റ് ആണ്, ചോദിക്കാറുണ്ട് റെഗുലർ ഇന്റർവെൽസിൽ. അത് നമ്മൾ നന്നായിട്ട് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. ചോദ്യങ്ങൾ കഴിഞ്ഞു, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ.